ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊക്കെയാ മുത്തശ്ശി കേൾക്കുന്നത്? ഇത്രയും കാലം അഭിമാനത്തോടെ ജീവിച്ചിരുന്ന നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ഇല്ലാതാക്കിയോ? പിന്നെ എന്തിനാ അവരിവിടുന്ന് ജീവനോടെ വിട്ടത്? പ്രതികരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല എല്ലാവരും ഇവിടെ നിൽക്കുന്നേ. നാണം കെട്ട് തല കുനിച്ചു നിന്നു. അതാ സംഭവിച്ചത്. എല്ലാവർക്കും എന്നോട് ദേഷ്യമായിട്ടുണ്ടാവും അല്ലേ മുത്തശ്ശി? ഞാൻ കാരണല്ലേ ഇതൊക്കെ സംഭവിച്ചേ? നീ ഇപ്പൊ കുറ്റം ഏറ്റെടുത്തിട്ട് എന്താ കാര്യം? നിന്നെ എല്ലാവർക്കും മനസ്സിലാവും മോളെ. ചിലപ്പോ കണിമംഗലം കുടുംബത്തിന് ഇങ്ങനൊരു വിധി കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതെ, ഇത് വിധിയൊന്നുമല്ല മുത്തശ്ശി. കുട്ടിത്തരം കാണിച്ച് നമ്മളെയൊക്കെ പറ്റിക്കുന്ന അവളും അവളുടെ മുത്തശ്ശിയും കൂടി നമ്മളെയൊക്കെ വേട്ടയാടുക. ഇനിയും ഞാനത് സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? അവളെ കൊണ്ടുപോയി അവരുടെ മുമ്പിലേക്ക് ഞാൻ വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാം. അബദ്ധമൊന്നും കാണിക്കല്ലേ. നാട്ടുകാര് മുഴുവൻ അറിഞ്ഞ കാര്യ. ഇനി എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായ എല്ലാവരും ചേർന്ന് നമ്മളെ നാണം കെടുത്തി കൊല്ലും. നിയമപ്രകാരം അവൾ ഇപ്പോഴും നിന്റെ ഭാര്യയെ. അതിൽ നിന്ന് ഒളിച്ചോടാൻ നിനക്ക് പറ്റില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചേ ഓരോ ചുവടും വയ്ക്കാവൂ. മനസ്സിലായോ മോനെ? വാ വാ. ചേച്ചി, ചേച്ചി, ചേച്ചി വന്നോ? ചേച്ചി, ചേച്ചി എവിടെയായിരുന്നു? ചേച്ചി കാണാത്തോണ്ട് എനിക്ക് എന്ത് വിഷമായിരുന്നു എന്നറിയോ? ചേച്ചി, എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നോ? പോയടന്ന്, എനിക്ക് ചോക്ലേറ്റ് വേണ്ടതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ വേണ്ട. എന്തോ വരണത്? അവൾ എത്ര നേരം നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നു അറിയോ? ഓഹോ, രാധികയെ കാണാനില്ലെന്ന് പറഞ്ഞ് കുറെ നേരം കരയുകയും ചെയ്തു. ചേച്ചി എന്റെ അടുത്തുനിന്ന് എന്തിനാ പോയേ? എനിക്ക് ചേച്ചി മാത്രല്ലേ ഉള്ളൂ. മുത്തശ്ശി, എനിക്കിതൊക്കെ കേൾക്കുമ്പോ എന്റെ നിയന്ത്രണം ഉണ്ടെന്നുണ്ട് കേട്ടോ. ഓ, അങ്ങനെ നിയന്ത്രണം വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല വരുൺ. നാട്ടുകാരെല്ലാരും കൂടി ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വാർണിംഗ് തന്നിരിക്കുക. വെറുതെ നീയായിട്ട് ബാക്കിയുള്ളവരെ കൂടി കൊലക്കി കൊടുക്കരുത്. നാട്ടുകാർ കൂടിയപ്പോ കണിമംഗലത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏട്ടത്തി എന്താ ചെയ്തത്? പറയേട്ടത്തി. അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ തലകുനിച്ച് നിൽക്കുമ്പോ ഏട്ടത്തി അത് എങ്ങനെ നേരിട്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ഭാര്യമാരെ അപ്പുറവും ഇപ്പുറവും നിർത്തിക്കൊണ്ട് നടക്കുന്നത് നീയല്ലേ? അപ്പോ നീ തന്നെ സമാധാനം പറ. മോനെ, എന്റെ രാധികെ, ആ കൊച്ചിന് എന്തെങ്കിലും ഒന്ന് എടുത്തു കൊടുക്ക്. അത് ചോക്ലേറ്റ് ചോദിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? ഞാൻ ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല അടുത്തി. ആ, അതെങ്ങനെയാ? കൂടെപ്പിറപ്പിനെ കുറിച്ചൊരു ചിന്തയില്ലല്ലോ. അതിന്റെ സന്തോഷത്തിന് എന്താന്ന് വെച്ചാ എടുത്ത് കൊടുക്കപ്പോ. ചോക്ലേറ്റ് തരട്ടോ. ഓറഞ്ച്, ഓറഞ്ച്.